ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് ലിസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷവർമ കപ്പ് കേക്കാണ്. ഇത് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഷവർമ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഷവർമേൻ്റെ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാബേജ് ഇവിടെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ചെറിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഒരു കുക്കുംബർ ചെറുതാക്കി കട്ട് ചെയ്തത്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ചിക്കന് വലിയ പീസാക്കിയിട്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് ചട്ടിയിലിട്ട് ഒന്ന് പൊരിച്ചെടുത്താണ്. കത്തി വെച്ച് ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് കുറച്ച് മയോണൈസ്, പിന്നെ അതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ സുർക്ക വിനാഗിരി, പിന്നെ കുറച്ച് ചപ്പ്, മല്ലിച്ചപ്പ്, അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്താണ്, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ മയോണൈസിലും ചിക്കനിലും ഉപ്പ് ഇട്ടിട്ടാണ്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കാം. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലോട്ട് നമുക്ക് എല്ലാം ഇട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് മിക്സിൻ്റെ ജാറിൽ വെച്ചൊന്ന് അടിച്ചെടുക്കുക ചെയ്യുന്നത്. അതിന് ആദ്യം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കോഴിമുട്ട എടുത്തിരിക്കുന്നത്, അത് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 ടീസ്പൂണ് പഞ്ചസാര, പിന്നെ അതിലോട്ട് 1 കപ്പ് പാല്, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തെടുക്കുക. അതിലോട്ട് 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തെടുക്കുക. പിന്നെ അതിലോട്ട് ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ജീരകവും മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്താണ്, അതും ഇതിലോട്ട് ചേർത്തെടുക്കാം. അതിട്ടാൽ നല്ല ബാറ്ററിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 2 കപ്പ് മൈദ, ഇത് ഇട്ടെടുക്കാം. പിന്നെ അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ടെടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം കയ്യിൽ വെച്ച്. ഇതിനി മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം. ഇത് ബാറ്റർ ടൈറ്റായി തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം മിക്സിൻ്റെ ജാറിൽ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അടിച്ചെടുത്തപ്പോൾ ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. നമ്മളിത് കപ്പ് കേക്കിൻ്റെ ട്രേയിലാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ കുറച്ച് എണ്ണ തടവി മൈദപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ട്രേ. ഇനി അതിലോട്ട് നമ്മൾ ബാറ്റർ
ഇതിൽ കുറച്ച് ബാറ്റർ ഒഴിച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് ഓവനിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ബാറ്റർ എല്ലാത്തിലൊന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാത്തിലും ബാറ്ററൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഒരു 180 ഡിഗ്രിയിൽ ഇതൊരു 5 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷവർമേൻ്റെ മസാല ഇട്ടുകൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കേക്കിൻ്റെ ബാറ്റർ കുറച്ച് ഒഴിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാത്തിൻ്റെ മേലെ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ച് ഓവനിലോട്ട് വെച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്